ഒരു സീരിയൽ കില്ലറിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന 2 പോലീസ് ഓഫീസർമാർ. പക്ഷേ ഓരോ ശ്രമവും പരാജയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2003-ൽ പുറത്തിറങ്ങിയ മെമ്മോറീസ് ഓഫ് മർഡർ എന്ന കൊറിയൻ സിനിമയുടെ കഥയാണ്. ഇത് ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്, കൂടാതെ ഇത് സൗത്ത് ഇൽമമയിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നാണ് പ്രചോദനം എടുത്തത്. കഥ 1980കളിൽ സൗത്ത് ഇൽമമയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് നടക്കുന്നത്. അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. തുടർന്ന് സമാനമായ രീതിയിൽ വീണ്ടും കൊലപാതകങ്ങൾ നടക്കുന്നു. ഇത് ഒരു സാധാരണ കേസ് അല്ലെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഇത് ഒരു സീരിയൽ കില്ലറാണ്. ഈ കേസ് അന്വേഷിക്കുന്നത് 2 പ്രധാന കഥാപാത്രങ്ങളാണ്. ഒരാൾ ലോക്കൽ പോലീസ് ഓഫീസറാണ്, പാർക്ക് ഡുമാൻ. അവൻ എവിഡൻസ് കാൾ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് കൂടുതൽ ആശ്രയിക്കുന്നത്. മറ്റൊരാൾ ഹോട്ടലിൽ നിന്ന് വരുന്ന ഡിറ്റക്റ്റീവാണ്, എസിഒ ടായു. അവൻ ലോജിക്, എവിഡൻസ്, പ്രൊസീജർ എന്നിവയിൽ വിശ്വസിക്കുന്നു. ഇരുവരുടെയും അപ്രോച്ച് വളരെ വ്യത്യസ്തമാണ്. പാർക്ക് അഫ്തംബിയനെ പിടിക്കാൻ വയലൻസ് വരെ ഉപയോഗിക്കും. എസിഒ എന്നാൽ ശരിയായ തെളിവുകൾ ഇല്ലാതെ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ പല അഫ്തംബിയനെ അവർ ചോദ്യം ചെയ്യുന്നു. ഒരു മെന്റലി ചാലഞ്ച്ഡ് ആയ ആളെ അവർ സസ്പെക്ട് ആക്കുന്നു. പക്ഷേ ക്ലിയർ എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല. മറ്റൊരു ഖവതംബരനെ അവർ പിടിക്കുന്നു, പക്ഷേ അവനെയും കുറ്റക്കാരനായി തെളിയിക്കാൻ സാധിക്കില്ല. കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. സീരിയൽ കില്ലർ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു എന്ന് അവർ ശ്രദ്ധിക്കുന്നു. മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ആണ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. കൂടാതെ ഒരു പ്രത്യേക പാട്ട് മ്യൂജുവയിൽ വരുമ്പോൾ തന്നെ അറ്റാക്ക് നടക്കുന്നു. പോലീസ് ഈ പാറ്റേൺ ഉപയോഗിച്ച് യൂത്തേനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ വീണ്ടും പരാജയപ്പെടുന്നു. ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ടു പോകുമ്പോൾ പ്രഷർ കൂടി വരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്മെത്താലാകുന്നു. യിംക്ലിയും ഹവോത്ത്ഗും പ്രഷർ നൽകുന്നു. ഹോമിനും അവർക്കും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു. കാരണം അവർ കേസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഒരു കൈഹബൽ അവർ ഒരു പ്രധാന ഖവതംബരനെ കണ്ടെത്തുന്നു. അവൻ സസ്പീഷ്യസ് ആയി ബിഹേവ് ചെയ്യുന്നു. അവന്റെ DNA ടെസ്റ്റ് നടത്തുന്നു. പക്ഷേ റിസൾട്ട് മാച്ച് ചെയ്യുന്നില്ല. ഇത് വലിയൊരു സെറ്റ്ബാക്ക് ആകുന്നു. അവസാനം വരെ അവർക്ക് യൂത്തേനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. കേസ് ഒഫീഷ്യലി അൺസോൾവ്ഡ് ആയി തന്നെ തുടരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് പാർക്ക് വീണ്ടും ആ സ്ഥലത്ത് എത്തുന്നു. അവൻ പഴയ സംഭവങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. അവിടെ ഒരു ചെറിയ പെൺകുട്ടി അവനോട് പറയുന്നു, ഇപ്പോൾ തന്നെ ഒരു ആളും ഇവിടെ വന്നിരുന്നു അതേ സ്ഥലത്ത്. പാർക്ക് ആ ദിശയിലേക്ക് നോക്കുന്നു. പക്ഷേ നമ്മൾക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കില്ല. മൂവി ഇവിടെ അവസാനിക്കുന്നു. ഇത് ഒരു ടിപ്പിക്കൽ ത്രില്ലർ എൻഡിംഗ് അല്ല. കില്ലർ ആരാണ് എന്ന് റിവീൽ ചെയ്യുന്നില്ല. കാരണം യഥാർത്ഥ ജീവിതത്തിലും ഈ കേസ് വർഷങ്ങളോളം അൺസോൾവഡ് ആയിരുന്നു. ഈ സിനിമ സൗത്ത് റെമിയിലെ ഹ്വേസോങ് സീരിയൽ മർഡേഴ്സ് എന്ന കേസിനെ അടിസ്ഥാനമാക്കിയതാണ്. 1986 മുതൽ 1991 വരെ നടന്ന ഈ കേസിൽ നിരവധി സ്ത്രീകൾ കൊല്ലപ്പെട്ടു. അന്നത്തെ കാലത്ത് ടെക്നോളജി കുറവായതിനാൽ ഹഥേവക്ക് കേസ് സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ 2019-ൽ DNA ടെക്നോളജി ഉപയോഗിച്ച് യഥാർത്ഥ യൂത്തേനെ ഐഡന്റിഫൈ ചെയ്തു. അവൻ ഇതിനകം മറ്റൊരു കേസിൽ അഴിലുതലായിരുന്നു. ഈ സിനിമയുടെ സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് യൂത്തേനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓംചെലഫെയിലും ഹഥേവന്റെ ജേനഹ്റ്റയിലുമാണ്. റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ്, ഫ്രസ്ട്രേഷൻ, പ്രഷർ ഇവയെല്ലാം വളരെ റിയലിസ്റ്റിക് ആയി കാണിക്കുന്നു. അതുകൊണ്ടാണ് മെമ്മോറീസ് ഓഫ് മർഡർ ഒരു സാധാരണ ത്രില്ലർ സിനിമയല്ലാത്തത്. ഇത് ഒരു റിയലിസ്റ്റിക് ക്രൈം സ്റ്റോറിയാണ്. ആൻസേഴ്സ് ഇല്ലാത്ത ഒരു ഖ്യാവന്റെ കഥ.